അങ്ങനെയല്ല, നമ്മുടെ ചർച്ച എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫ്രീ ആയിട്ടുള്ള അവർക്ക് ട്രാവൽ ഫെസിലിറ്റി കൊടുക്കുമ്പോൾ അതിന്റെ ഗുണവും ദോഷമാണ്. അപ്പൊ എനിക്ക് സർക്കാരിനോട് ഒരു നിർദ്ദേശമുണ്ട്. നമ്മൾ ഏത് ഫെസിലിറ്റി കൊടുക്കുമ്പോഴും അത് നമ്മൾ വിവേചനമില്ലാത്ത രീതിയിൽ നടപ്പാക്കണം. വിവേചനം ആൺ പെൺ എന്നുള്ള വിവേചനമല്ല, സ്ത്രീകളിൽ തന്നെ വിവേചനം പാടില്ല. ഈ എത്ര റൂട്ടിൽ KSRTC ബസ് ഓടുന്നുണ്ട്. ഞങ്ങളുടെ റൂട്ടിൽ തന്നെ ആകപ്പെട്ട 2 ഷെഡ്യൂളാണ് KSRTC. ആമ്പലൂർ പെരുമ്പാവൂർ 2 വണ്ടിയുണ്ട്. ഒരു മിനിറ്റ് സംസാരിക്കാം പ്ലീസ്. പ്രൈവറ്റ് ബസ് ഓടിയിരുന്നത് നാഷണലൈസ്ഡ് ആണ് നാഷണലൈസ്ഡ് റൂട്ടിൽ മാത്രം. ഇപ്പൊ ഓടുന്ന ഒരു ഓർഡിനറി ബസ് പോലും തൃശ്ശൂരിന്ന് എറണാകുളത്തേക്ക് ഇല്ല. ദാശവൽക്കരണത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്ന ജനങ്ങളോട് നമ്മൾ തിരുവനന്തപുരം സിറ്റിയിൽ 100 ബസ്സുകൾ അനുവദിക്കാനുള്ള കാരണം എന്തായിരുന്നു? അവിടെ KSRTC മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ പ്രൈവറ്റ് ബസ്സുകാർ വന്നതുകൊണ്ടാണ് ആ നാട്ടിലെ ജനങ്ങൾക്ക് യാത്രാ സൗകര്യങ്ങൾ ഉണ്ടായത്. ഞങ്ങളെ ഒഴിവാക്കിയാൽ ഇവിടെ യാത്രാ സൗകര്യം ആരും ഒഴിവാക്കുന്നില്ല. സാർ എന്റെ പോയിന്റ് പറഞ്ഞില്ലയോ? ഞങ്ങൾ അത്രേ പറയുന്നുള്ളൂ. എന്റെ പോയിന്റ് അതല്ല. നമ്മളുടെ ഇത് നടപ്പാക്കുമ്പോൾ എല്ലാ സ്ത്രീകൾക്കും ഇത് ഉപകാരപ്പെടണം. അല്ല, റൂറൽ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന പാവപ്പെട്ട ജനങ്ങളൊക്കെ അവിടെ എങ്ങനെ KSRTC പിടിക്കാൻ വേണ്ടി എറണാകുളത്ത് പോകാൻ പറ്റുമോ? അത് പറ്റില്ലല്ലോ. അപ്പൊ നാഷണലൈസ്ഡ് റൂട്ടിൽ മാത്രമുള്ള ആൾക്കാർക്ക് മാത്രമേ ഒരു പ്രയോജനം ഉണ്ടാവുന്നു. ഇതൊരു ഐവാഷായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇതിനെങ്കിൽ എല്ലാവർക്കും കിട്ടണം, നീതി എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണം. അല്ലേ? സൗജന്യ യാത്ര എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? ഇത് കിട്ടുന്നില്ലല്ലോ. പ്രൈവറ്റ് ബസ് ഓടിയാൽ മാത്രം ആൾക്കാർക്ക് സഞ്ചരിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പൊ KSRTC അവരുടെ സർവീസ് കൂട്ടുന്നുണ്ടോ? അതിന് ഒരു ഉത്തരം പറയാം. എനിക്ക് തോന്നുന്നു കൺസിഡറേഷനിലുള്ള കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.